അടിച്ചിട്ട് അതിനെ ചാടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ നമ്മളൊരു പുതിയ റെസ്ക്യൂവിന് വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഒരു വീടിൻ്റെ ഒരു മതിലിൻ്റെ സൈഡിൽ ഒരു മൂർഖനെ കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വിളിച്ചത്. നല്ല സൈസുള്ളൊരു മൂർഖനാണെന്നാണ് അവർ പറഞ്ഞത്. അതുള്ളത് ഒരു മതിലിൻ്റെ സൈഡിൽ ഒരു ഹോളുണ്ട്. ആ ഹോളിൻ്റെ ഉള്ളിലാണുള്ളത്. അപ്പോൾ ഹോളിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പാമ്പിനെ പിടിക്കാമെന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കൽ ഒന്ന് വെള്ളം അടിച്ചിട്ട് ഇതേപോലെ വെള്ളം അടിച്ചിട്ട് പാമ്പിനെ പിടിക്കാറുണ്ട്. അതേപോലെ തന്നെ മതിൽ പൊളിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മതിൽ പൊളിക്കാതെ എങ്ങനെ റെസ്ക്യൂ ചെയ്യാൻ പറ്റും മാക്സിമം നോക്കും. പറ്റി കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് ഇങ്ങനെ റെസ്ക്യൂ ചെയ്യും. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1/4 മണിക്കൂറോളം വെള്ളം അടിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് പിടിക്കാൻ കഴിയും. അതിൽ വെള്ളം നിറയുകയാണെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പാമ്പ് ചാടാൻ ചാൻസ് ഉണ്ട്. മാക്സിമം നമ്മൾ ഇങ്ങനെ നോക്കും. അത് കഴിഞ്ഞ് അതിലും വന്നിട്ടില്ലെങ്കിൽ ആ മതിൽ പൊളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ വീട്ടുകാരെ സമ്മതം ഉണ്ടെങ്കിൽ നമ്മൾ മതിൽ പൊളിക്കും, അതിനെ റെസ്ക്യൂ ചെയ്യും. പെരിച്ചായാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഹോളുകൾ ഉണ്ടാക്കൽ. ഇവർ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഹോള് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ട് ഇതേപോലത്തെ സ്ഥലത്ത് നിന്ന് ഒരുപാട് നമ്മൾ റെസ്ക്യൂ ചെയ്യാറുണ്ട് പാമ്പുകളെ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹോളുകൾ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വെള്ളം ആ വഴിക്ക് പോകും. ഇതന്നെ നമ്മളെ ഭാഗ്യം കൊണ്ട് വെള്ളം വേറെ എങ്ങോട്ട് പോകണില്ല. ഓവർഫ്ലോ ആവാൻ തുടങ്ങി. ഓവർഫ്ലോ ആയി കഴിഞ്ഞാൽ അത് ഏകദേശം ആ ഹോള് ഏകദേശം വെള്ളം ഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ ആൾ പുറത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ ആൾ ഇങ്ങോട്ട് പുറത്തേക്ക് വരും. അപ്പോൾ മാക്സിമം നമുക്ക് നോക്കാം വരുമെന്ന്. അങ്ങനെ ഏതായാലും നമ്മൾ 1/4 മണിക്കൂറോളം വെള്ളം അടിച്ചു. അതിന് ശേഷമാണ് ആൾ പുറത്ത് ചാടിയത്. ആൾ ചെറുതായിട്ട് തല പുറത്തേക്കിട്ട്. ഏതായാലും എല്ലാവരും ബാക്കിൽ നിന്നൊന്ന് മാറി നിന്നേക്ക്. കാരണം അത് എങ്ങോട്ടാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചിലപ്പോൾ എൻ്റെ ബാക്കിൽ വന്നാൽ ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എല്ലാവരും മാറി നിന്നാൽ വലിയ ഉപകാരം. അത് പുറത്ത് ചാടാനുള്ള പരിപാടിയിലാണ്. പക്ഷേ ആൾ തല മാത്രമേ പുറത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ ശ്വാസം എടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. ആൾ നല്ലോണം വെള്ളം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം എല്ലാം നല്ല വീർത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും നമുക്കതിനെ ഒന്നുകൂടി വെള്ളം അടിച്ചിട്ട് ഒന്ന് പുറത്ത് ചാടിക്കാൻ പറ്റുമോ നോക്കാം. നല്ല സൈസ് ഉണ്ട് ആൾ. ആളെ തല കണ്ടാൽ തന്നെ അറിയാം ആൾ നല്ല പ്രായമുള്ള ആളാണ്. പോവാണ്. ആള് വെള്ളം കുടിച്ചിരുന്നു തോന്നുന്നത്. വെള്ളം കുടിച്ചിട്ടാണ് ആള് മുകളിൽ വന്നിട്ടിപ്പോൾ അത് വെള്ളം പുറത്തേക്ക് തുപ്പിയിട്ട് താഴെ തന്നെ ഇറങ്ങിപ്പോയി. ഇനി രണ്ടാമത് എന്നിട്ട് പൊന്താനാ ചാൻസ്. അല്ലാതെ വേറെ ഹോളുകളൊന്നും അപ്പുറത്തില്ല. ഈ ഒറ്റ ഹോളേ ഉള്ളൂ. അപ്പോൾ മോട്ടർ ഇട്ട് വെള്ളം അടിച്ചപ്പോൾ വെള്ളം കുടിച്ചത് തുപ്പിയിട്ട് ആൾ പുറത്തേക്ക് പോയി. അപ്പോൾ അത് വേറെ സൈഡിൽ കൂടെ പുറത്തേക്ക് ചാടിയാണ്. ഫുള്ളായിട്ട് ഇറങ്ങാത്തതുകൊണ്ടുള്ള ചെറിയൊരു പ്രശ്നമാണ്. ചെറിയ വെള്ളം വെള്ളം ആടുന്ന് കേട്ടോ.
മുകളിൽ വെള്ളമായിട്ട് സ്ലിപ്പായി പോവുക. ഭയങ്കര ചാട്ട ചാടുന്നല്ലേ? വീഡിയോ എടുക്കില്ലേ? മോട്ടർ പോയിക്കോ, മോട്ടർ പോയി. ഇതിൽ നടക്കുന്ന സാധനം എങ്ങനെയാ അവിടെ കല്ലിൻ്റെ ഇടയിൽ കൂടെ കയറി മടൻ്റെ തോന്നുന്നു. പുറത്തേക്ക് വന്നിട്ട് കുടിക്കാൻ വെള്ളം തുപ്പി ഒഴിവാക്കിയാണ്. എന്നിട്ട് പിന്നെ അവിടെ ഇറങ്ങുക. അപ്പോൾ അതിനെ നമ്മൾ റെസ്ക്യൂ ചെയ്ത് അതിൻ്റെ മുകളിൽ ഫുള്ള് വെള്ളമാണ്. അപ്പോൾ അതിൽ നമ്മളെ ഹുക്കിൽ വെക്കുമ്പോൾ അത് സ്ലിപ്പായി പോവാണ്. ഏതായാലും നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ കഴിഞ്ഞാൽ ആൾ നല്ല വെള്ളം കുടിച്ചാണ്. അതാണ് മുകളിൽ കയറിയിട്ട് കുറേ വെള്ളമായി തുപ്പി ഒഴിവാക്കി. ഏതായാലും കുഴപ്പമില്ല, അത്യാവശ്യം സൈസുള്ളൊരു മൂർക്കനാണ്. ഓക്കെ, എൻ്റെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ വീടിൻ്റെ അടുത്ത് വെള്ളക്കാട്ട് വാവാക്കൻ്റെ സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് പാമ്പ്. അപ്പോൾ എങ്ങനെ നിങ്ങളിത് കണ്ടത്? എങ്ങനെ? ഞാനൊരു പൈപ്പ് എടുക്കാൻ വേണ്ടി ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ ഒരു മടയിലിന് ഒരു സർപ്പം തള്ളിട്ട് നിൽക്കുന്നത് കണ്ട്. അപ്പോൾ ഉടനെ നമ്മളെ തൊട്ടടുത്തുള്ള ഷിയാബ് എന്നാളെ വിളിച്ചു. അദ്ദേഹം വന്ന് ആ പാമ്പിനെ കീഴ്പ്പെടുത്തി അദ്ദേഹം അതിനെ റെസ്ക്യൂ ചെയ്ത് കവറിലാക്കി. ഏതായാലും ഇതുപോലത്തെ സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ഷിയാബിനെ നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുത്താൻ പറ്റുന്ന ഒരാളാണ്. ഇദ്ദേഹത്തെ പോലത്തെ ഉള്ളവർ നമ്മുടെ നാട്ടിനൊരു ഗുണകരമായി മാറട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇതേപോലെ ഇപ്പോൾ ചൂടൊക്കെ ഉള്ള ടൈമാണ്. അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ പുറത്തിറങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ പഴയ കെട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഈ പെരുച്ചായികളൊക്കെ ഇതേപോലെ ഹോളുണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ മെയിനായിട്ട് അവർ അധികം ഇപ്പോൾ നമ്മൾ റെസ്ക്യൂ ചെയ്തതൊക്കെ ഇതേപോലത്തെ സൈസുകളൊക്കെ ഉള്ളത് ഇങ്ങനത്തെ ഹോളിലാണ് അധികം നമ്മൾ റെസ്ക്യൂ ചെയ്തത്. അപ്പോൾ ഇങ്ങനത്തെ ഹോളുകളൊക്കെ ഉണ്ടാകുമ്പോൾ മാക്സിമം അത് അടക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒരു ചെറിയ ശ്രദ്ധ അവിടേക്കുള്ളത് നല്ലതാണ്. ഓക്കെ.